എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനുപമ വയ്യാണ്ട് ആലിഞ്ചൂട്ടി കിടക്കുവാണ്. ഈ സമയത്താണ് ദേവകിയമ്മ ഒരു പാത്രത്തിനകത്ത് അനുപമയ്ക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ട് അങ്ങോട്ട് വരുന്നത്. പിന്നെ പതുക്കെ അനുപമേനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയാണ്, അതെ ഇത് കഴിക്കുക, ഇവിടുത്തെ വാൽച്ചേര് ചൂടാക്കി തന്ന പാലാണിത്. അത് മാത്രമല്ല പഴോ പണ്ട് ഉണ്ണിയപ്പം ഉണ്ട്, ഇതെങ്കിലും കഴിക്കുക. ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ, എഴുന്നേറ്റിരിക്കാനുള്ള ആരോഗ്യമെങ്കിലും വേണ്ടേ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അനുപമ പറഞ്ഞു, എനിക്ക് വേണ്ടമ്മേ, എനിക്കൊന്നും ഇറങ്ങത്തില്ല എന്ന് പറയാണ്. പെട്ടെന്നാണ് അനുപമയുടെ ഫോണും ബെല്ലടിക്കുന്നത്. അനുപമ പറഞ്ഞു, മിനിച്ചേച്ചിയാന്ന് തോന്നുന്നത്, ഞാൻ ഇനി എന്ത് സമാധാനാ പറയണ്ടേ, എനിക്കറിയില്ല. അഖിൽമോൻ ചിലപ്പോൾ മിനിച്ചേച്ചിനെ ശല്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എന്താ വരാത്തേന്ന് ചോദിച്ചോണ്ട്, അമ്മ എനിക്ക് എടുക്കാൻ പറ്റില്ല, അമ്മ കോൾ എടുക്കാൻ പറയണം. വേണ്ട മോളെ, നീ തന്നെ കോൾ എടുത്ത് പറയാം, എന്താന്ന് അവളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറയണം. അങ്ങനെ അനുപമ കോൾ എടുക്കുകയാണ്. കോൾ എടുത്ത് കഴിയുമ്പോൾ അങ്ങേ തലയ്ക്ക് രാജീവനായിരുന്നു. രാജീവന് സൗണ്ട് കേട്ടും രാജീവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അനുപമ ഒറ്റ കരച്ചിലായിരുന്നു. ദേവികമ്മ ഇത് കേട്ടു. രാജീവേട്ടൻ എവിടെയാ, എന്ത് പറ്റിയതാന്നൊക്കെ ഒറ്റ ശാസ്തി ചോദിക്കണം. അതെ, ഞാൻ ഇന്നങ്ങോട്ട് വരും, വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കണോന്ന് പറയണം. രാജീവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അനുപമ വിളിക്കുമ്പോഴത്തേനും അനുപമയുടെ ഫോണും കൂടെ ഓഫായിപ്പോയി. ചാർജ് തീർന്നു പോയതാ ഫോണിനകത്ത്. പെട്ടെന്ന് രാജീവൻ അങ്ങേ തലയ്ക്കാൻ അനുപമയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും കോള് കട്ടായി പോയതറിഞ്ഞു. വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അവളുടെ ഫോൺ ഓഫായി പോയെന്നാ തോന്നിയത് രാജീവന് മനസ്സിലാവുകയും ചെയ്തു. ഈ സമയത്ത് അനുപമ മുത്തശ്ശിയോട് പറഞ്ഞു, അതെ അമ്മേ, രാജീവേട്ടനെ വിളിച്ച് ഇന്ന് വരൂന്നാ പറഞ്ഞ്, തിരിച്ചു വിളിക്കാൻ എനിക്ക് പറ്റുകയില്ല, കാരണം എന്റെ ഫോൺ ഓഫായി പോയി. വരുന്ന സമയത്ത് ഞാൻ ചാർജറും എടുത്തില്ല എന്ന് പറയണേ. സാരമില്ല, രാജീവൻ വരൂലോ, നിനക്കിപ്പോ സമാധാനമായില്ലേ മോളെ എന്ന് പറയാണ്. പിന്നീട് രണ്ടുപേരും അവരിൽ നിന്ന് ദേവിയോട് നന്ദി പറയാണ്. പിന്നീട് ദേവകം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരുമേനിയോട് പോയി ചോദിക്കട്ടെ ഏതെങ്കിലും വണ്ടി കിട്ടുമോന്ന്, മോൾക്ക് ഇപ്പൊ തന്നെ തിരിക്കാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ദേവികമ്മ വണ്ടി ചോദിക്കാൻ, വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അനുപമ നേരെ ദേവിയുടെ അരിയിലേക്ക് വരുവാണ്. ദേവിയുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. കാരണം വലിയൊരു കാര്യമാണ് സാധിച്ചു കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. രാജീവേട്ടനെ കുറിച്ച് ഒരു അറിവ് കിട്ടുമെന്നോ അല്ലെങ്കിൽ രാജീവേട്ടൻ വിളിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. അതിനു വേണ്ടിയിട്ട് മാംഗല്യസൂത്രം തന്നെയാണ് ദേവിയുടെ തിരുനടയിൽ കൊണ്ടു വെച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ നടയിൽ നിന്നും ആ താലിമാല എടുത്ത് കഴുത്തിൽ അണിയുവാണ്. ദേവി വീണ്ടും എനിക്ക് എന്റെ മംഗല്യഭാഗം തിരിച്ചു വന്നു. ഈ നന്ദിയും കടപ്പാടും എനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. എന്റെ രാജീവേട്ടനെ എന്റെ കുടുംബത്തെ ദേവി രക്ഷിച്ച് എന്നും പറഞ്ഞുകൊണ്ട് മനകുമിരികി നിന്ന് അനുഭവം പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് പണം കിട്ടിയ സന്തോഷത്തോടു കൂടി ഗുണ്ടകൾ അങ്ങനെ പാഞ്ഞു പോവായിരുന്നു. ഈ സമയത്താണ് വഴി ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെടുന്നത്. ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെട്ടിട്ട് കൈ ഇങ്ങനെ നീട്ടുവാണ്. അതിങ്ങോട്ട് തരാനും പറഞ്ഞിട്ട് കൈ ഇങ്ങോട്ട് നീട്ടുവാണ്. ഗുണ്ടകൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല, ഇനി ബാക്കിയും കൂടെ സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ട്, അതിന് ചെന്നിട്ട് അടിച്ചു മാറ്റാന്നുള്ള സന്തോഷത്തോടെ വരുന്ന സമയത്താണ് ബ്രഹ്മരക്ഷസ് വന്ന് അത് ചോദിക്കുന്നത്. ഗുണ്ടകൾ അതിനകത്ത് കിടന്ന് അലറി വിളിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന തേവാരപ്പുരയുടെ മുന്നില് ബാബരും ഗിരിദേവനും നിൽക്കുവാണ്. അപ്പൊ ഗിരിദേവനോട് ബാബര് ചോദിച്ചു, അല്ല അവന്മാര് കൊണ്ടുപോയ നിധികളെല്ലാം ബ്രഹ്മരക്ഷ തിരികെ കൊണ്ടുവന്ന് ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ബ്രഹ്മരക്ഷന്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് അവന്മാരതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. ബ്രഹ്മരക്ഷ അവന്മാരെ കീഴ്പ്പെടുത്തിയിട്ട് ആ നിധി തിരിച്ചു വീണ്ടും അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുവാണ് തേവാരപ്പുരയില്. പക്ഷെ ഗിരിദേവ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ രാജുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ പണം, അത് അവർക്കും അർഹതപ്പെട്ട പണമല്ലല്ലോ. രാജീവന് തന്റെ തെറ്റു മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജീവൻ അയ്യപ്പസ്വാമിയെ വിളിച്ച് മാപ്പ് അപേക്ഷിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ആ പണം, അത് ഗുണ്ടകൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ, അത് അവന്മാർക്കും അതിന്റെ ആവശ്യമില്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അയ്യപ്പസ്വാമി ഒന്ന് ചിരിച്ചു. അയ്യപ്പസ്വാമി പറഞ്ഞു, അത് എത്തേണ്ട കൈകളിൽ തന്നെ എത്തൂന്ന് പറയാണ്. ആ പണം ആർക്കാണോ ആവശ്യമുള്ളത്, അവരോട് ചോദിച്ചു, അല്ല ആ പണം ആർക്കാണ് ആവശ്യമുള്ളതെന്നാണ് ബാബരുടെ അഭിപ്രായം ചോദിക്കണം. ഇത് കേട്ടപ്പോ ബാബര് പറഞ്ഞു, ഇപ്പൊ പണം ആവശ്യമുള്ള വീട് നഷ്ടപ്പെടുന്ന അവർക്കല്ലേ പണത്തിന്റെ ആവശ്യമുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഗിരിദേവൻ പറഞ്ഞു, അത് അതിന്റെ അർഹതപ്പെട്ട കൈകളിൽ തന്നെ ആ പണം എത്തുമെന്ന് പറയാണ്. പക്ഷെ ബാബർക്കൊന്നും മനസ്സിലായില്ല. ഗിരിദേവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ സങ്കടപ്പെട്ട് ഇരിക്കുമായിരുന്നു തമ്പുരുമോളുടെ അമ്മ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തമ്പുരുവിന്റെ കാഴ്ചശക്തിയും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? കാഴ്ചശക്തിയും പോയി, സംസാരശേഷിയും പോയി. ഈ സമയത്ത് രഘു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ രഘുവിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് രഘു പറഞ്ഞു, എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? ഞാൻ മൂർത്തി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ തമ്പുരിനെ ഇവിടുന്ന് കൊണ്ടാൻ പറ്റില്ലെന്നല്ലേ ഗിരിദേവൻ പറഞ്ഞേ. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആപത്താന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അത് ശരിയാ, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ആപത്താന്നാ പറയണേ. അപ്പൊ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലോ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം. എന്തേലും ഒരു പോംവഴി കണ്ടെത്താം,
ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇരിക്കുക, ഞാൻ മൂർത്തി ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറയണം. പക്ഷെ അങ്ങനെ നമ്മൾ കണ്ടിട്ട് ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല രഘുവേട്ടാ. കാരണം തമ്പുരുവിന് സംഭവിച്ച എന്താ നമുക്ക് അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തമ്പുരുവിന് കാഴ്ചശക്തി കിട്ടിയില്ലെങ്കിലോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിദേവനും ബാബരും ഉണ്ണിമോളും അങ്ങോട്ട് വരുന്നത്. അപ്പം ഗിരിദേവൻ പറഞ്ഞു, തമ്പുരുവിന് എന്ത് പറ്റിയെന്നല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ, എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു തരാന്ന് പറയാണ്. പിന്നീട് ഗിരിദേവൻ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. തമ്പുരുവിനെയും കൊണ്ട് രഘുവും ഭാര്യയും അങ്ങോട്ട് വന്നതും പാട്ട് പാടിയതും പിന്നീട് ആ മുറിക്കകത്ത് കയറിയതും സ്വർണം നഷ്ടപ്പെട്ടതും എല്ലാ കാര്യങ്ങളും എല്ലാം കേട്ടതിന് ശേഷം ഗിരിദേവൻ പറഞ്ഞു, ആ ലോക്കറ്റ് തമ്പുരിന്റെ കയ്യിലുണ്ടായിരുന്നു. തമ്പുരു അറിയാതെ ആണെങ്കിലും തമ്പുരുവിന്റെ തലയിൽ ആ ലോക്കറ്റ് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കണം. ആ തിരിച്ചു കൊടുത്താൽ മാത്രം തമ്പുരുവിന്റെ രക്ഷയുള്ളെന്ന് പറയാണ്. തമ്പുരുവിന്റെ സംസാരശേഷി കാഴ്ചശക്തി തിരിച്ചു കിട്ടുള്ളൂ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഘു പറഞ്ഞു, അതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും, അത് നഷ്ടപ്പെട്ടു പോയില്ലേ. പകരം ഞാൻ എന്റെ സമ്പാദ്യം മൊത്തം ബ്രഹ്മരക്ഷത്തിന് ഞാൻ കാഴ്ചവെക്കാം, എനിക്ക് എന്റെ തമ്പുരുമോളെ മാത്രം മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യപ്പസ്വാമി പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ബ്രഹ്മരക്ഷസ് കാവലുന്ന ആ ഒരു ചെറിയ ലോക്കറ്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് അത് തിരിച്ചു കൊടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടോ രഘു പറഞ്ഞു, ഇനി അത് എവിടുന്ന് തിരിച്ചു കൊടുക്കാനായിട്ടാ? ആ ലോക്കറ്റ് ഏതാന്ന് പോലും അറിയില്ലായിരുന്നു, എങ്ങനെ തലേ വന്നെന്ന് പോലും അവർക്കറിയത്തില്ല. അതിപ്പോ രഘു ആരും കണ്ടിട്ടുള്ള കാര്യം കൂടെ തന്നെയല്ല, തമ്പുരുവും കണ്ടിട്ടില്ല ലോക്കറ്റ്. ഈ സമയത്താണ് പെട്ടെന്ന് തമ്പുരുവിന്റെ അമ്മയുടെ മനസ്സിൽ ആ ഒരു ബോധം ഉണ്ടായത്. രഘുവേട്ടാ, അന്ന് പോകുന്ന വഴിക്ക് തമ്പുരുവിന്റെ തലയിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ തമ്പുരുവിനോട് ചോദിക്കുകയും ചെയ്തു. അത് ഞാനിത് എന്താന്ന് ചോദിച്ചിടത്ത് ഞാനിത് തെറിഞ്ഞ് കളയുകയും ചെയ്തെന്ന് പറയാണ്. പെട്ടെന്ന് രഘു ചോദിച്ചു, നീ ലോക്കറ്റ് തന്നെയാണോ കണ്ടത്, ഉറപ്പാണോ എന്ന് ചോദിക്കണം. ലോക്കറ്റാണ് ഞാൻ കണ്ടത്, ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞെന്ന് പറയാണ്. അല്ല എവിടെ വെച്ചാ കളഞ്ഞെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. ആ സ്ഥലം ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും അയ്യപ്പസ്വാമി പറഞ്ഞു, എന്നാ എത്രയും പെട്ടെന്ന് അത് അവിടെ പോയി എടുത്തോണ്ട് വരാൻ പറയാണ്. ഇപ്പൊ തമ്പുരു ബാ മോളെന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരുവിനെ കയ്യെ പിടിച്ചു വിളിച്ചോണ്ട് രഘു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ തന്നെ ഗിരിജാൻ പറഞ്ഞു, തമ്പുരുവിനെ കൊണ്ടാൻ പറ്റില്ല, അറിയാലോ, തമ്പുരുവിനെ ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, പേടിക്കണ്ട തമ്പുരുവിന്റെ അച്ഛൻ, ഞാൻ വരാൻ നിങ്ങളുടെ കൂടെ, ലോക്കറ്റ് നോക്കാണ്ട് ഞാൻ വരാന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോളും തമ്പുരുവിന്റെ അമ്മയും അച്ഛനും കൂടെ കൂടി ആ ലോക്കറ്റ് അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ആ ലോക്കറ്റ് ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നിട്ട് അവരവിടെ എല്ലാം നോക്കുവാണ്, ആ എറിഞ്ഞ സ്ഥലം എല്ലാം നോക്കുവാണ്. അവസാനം തമ്പുരുവിന്റെ അച്ഛൻ ചോദിച്ചു, ഇവിടെ തന്നെയാണല്ലോ നീ എറിഞ്ഞേ, നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് രഘുവേട്ടാ, ഇങ്ങോട്ട് തന്നെയാണ് ഞാൻ എറിഞ്ഞേ, പക്ഷെ ഇവിടെ മൊത്തം കാടും പടലും അല്ലേ, എവിടെ പോയി അന്വേഷിക്കാനാ, ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടാനാ, കുറെ സമയം അവിടെ എല്ലാം നോക്കി, കിട്ടിയില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉണ്ണിമോള് പറഞ്ഞു, ഇനിയൊരു പക്ഷെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രഘു പറഞ്ഞു, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്, ആരും തരാനും പോകുന്നില്ല, അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഈ സമയത്താണ് അതിലൂടെ ഒരു ചേച്ചി ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേ. ഈ ചേച്ചിയോട് എന്നെ ചോദിച്ചു നോക്കാം. പിന്നീട് ആ ചേച്ചിയോട്, ചേച്ചി ഇവിടെ കിടന്നങ്ങനെ ലോക്കറ്റ് കിട്ടിയായിരുന്നോ, ഞങ്ങളുടെ ഒരു മോളുടെ ലോക്കറ്റ് കുറച്ച് നാൾ മുമ്പ് ഇവിടെ കിടന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ പുള്ളിക്കാരത്തി ചോദിച്ചു, എന്നിട്ട് ഇപ്പോഴാണോ ഇത് അന്വേഷിച്ച് വരുന്നത്, അല്ല എത്ര നാൾ മുമ്പാ? ഏകദേശം 1 വർഷത്തോളം ആയെന്ന് പറയണം. കൊള്ളാം, 1 വർഷം മുമ്പ് നഷ്ടപ്പെട്ട സാധനം ഇപ്പോഴാണ് അന്വേഷിച്ച് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല എന്റെ മോൾ ഇപ്പോഴാ അത് പറഞ്ഞേ, അതുകൊണ്ടാന്ന് പറയാണ്. അതെ, ഇനി ഇപ്പൊ ആ കിട്ടിയാൽ തന്നെ ആരും തിരിച്ചു തരാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആ ലോക്കറ്റ് ഞങ്ങൾക്ക് വേണം, അതിന്റെ ഉപകാരമായിട്ട് എന്ത് വേണം പകരം ഞങ്ങൾ കൊടുക്കാം, അതിന്റെ ഇരട്ടി തൂക്കം വേണം ഞങ്ങൾ കൊടുക്കാം, പക്ഷെ ആ ലോക്കറ്റ് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ആ പുള്ളിക്കാരത്തി പറഞ്ഞു, അല്ല ലോക്കറ്റ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും രഘുവിനും തമ്പുരിനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അല്ല ആർക്കാ കിട്ടിയത്, ചേച്ചിക്ക് ആളാരാന്ന് അറിയാമെന്ന് ചോദിക്കണം. അത് എനിക്ക് തന്നെയാ കിട്ടിയെന്ന് പറയണം. അയ്യോ ചേച്ചി, എന്നാ ഞങ്ങൾക്ക് അത് തിരിച്ചു തരാമോ, ചേച്ചി പറയുന്ന എന്തും ഞങ്ങൾ തരാമെന്ന് പറയാണ്. ഇത് കേട്ടതും പുള്ളിക്കാരത്തി പറഞ്ഞു, ഇനി ആ ലോക്കറ്റ് തിരിച്ചു തരാൻ പറ്റില്ലെന്ന് പറയണം. അതെന്താ? ആ ലോക്കറ്റ് ഞാൻ ഉരുക്കിയതേ ഈ കമ്മല് പണിയിച്ചെന്ന് പറയണം. കാതെ 2 കമ്മല് കിടപ്പുണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ട രഘുവിനും തമ്പുരുവിന്റെ അമ്മയ്ക്ക് സങ്കടമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് കേട്ടപ്പോ രഘു പറഞ്ഞു, അല്ല വിഷമിക്കണ്ട, ഇനിയിപ്പൊ ആ സ്വർണം തന്നെയല്ലേ ഇത്, അത് ഉരുക്കി പണിയിച്ചേക്കുന്നല്ലേ, ആ ലോക്കറ്റ് തന്നെയല്ലേ ഇത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും, ചേച്ചി എത്ര രൂപ വേണമെങ്കിലും ചേച്ചിക്ക് തരാം, അതിങ്ങ് തരാവെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ കമ്മലൂരി രഘുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞ് ഉണ്ണിമോൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ഇതുമായിട്ട് ചെല്ലുമ്പോ എന്തും സംഭവിക്കുമെന്ന് അറിയാം. ലോക്കറ്റിന്റെ പകരം കമ്മലുള്ള സ്വർണം അത് തന്നെയാണ്. ഇനി ബ്രഹ്മരക്ഷ സ്വീകരിക്കോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.